ഇസ്ലാം എന്നത് കേവലമായ നിസ്കാരമോ നോമ്പോ സക്കാത്തോ ഹജ്ജോ മാത്രമല്ലല്ലോ. ഇസ്ലാം ജീവിതം മുഴുക്കയുമുണ്ട്. ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ ഇസ്ലാമുണ്ട്, നമ്മുടെ ജോലിസ്ഥലത്ത് ഇസ്ലാമുണ്ട്, ദീനുണ്ട്. ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നിടത്ത് ഇസ്ലാമുണ്ട്, ദീനുണ്ട്. അവിടെയെല്ലാം ഇസ്ലാം നമ്മളോട് നിഷ്കർഷമായ നിയമങ്ങൾ പാലിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇബ്നുൽ ലുത്ബിയ്യ റളിയല്ലാഹു അൻഹുവിന്റെ ഈ സമ്മാനം അത് പാടില്ലാത്ത സമ്മാനമായിരുന്നുവെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല അന്യായമായതൊന്നും നമ്മുടെ കൈകളിൽ പെടാതെ നമ്മുടേതങ്ങ് നഷ്ടപ്പെട്ടാൽ പോലും അന്യ ഒരുത്തൻ്റേത് ഒന്നും ഹലാലല്ലാത്തത് എന്നിലേക്ക് വരരുതേ റബ്ബേ എന്ന റബ്ബ് തആലയോട് ദുആ ഇരക്കുക മുഅ്മിനേ. ഇത് ഉത്തരവാദിത്തമാണ്. നാളെ റബ്ബിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ ഇതൊക്കെ വലിയ ഹസ്റത്തുൻ വ നദാമ, സങ്കടത്തിന് കാരണമാകും എന്ന് സ്ഥാനമോഹികളായി നടക്കുന്ന ആളുകളുടെ ചെവിയിലേക്ക് അള്ളാഹുവിന്റെ ഹബീബിന്റെ വചനങ്ങൾ ആഴ്ന്നിറങ്ങുകയാണ്. ഇവിടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതിൽ പലർക്കുമുള്ള താല്പര്യം പള്ളിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക ഒന്നുമില്ല. പള്ളിയുടെ ഖജാൻജിയോ അല്ലെങ്കിൽ പള്ളിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോ ആണെങ്കിൽ പള്ളിയുടെ വരുമാനത്തിന്റെ പൈസ തൽക്കാലം തിരുമറിക്കെങ്കിലും എടുക്കാലോ. ഇതൊന്നും എടുക്കാൻ പറ്റൂല. ഒരു മിനിറ്റ് നേരത്തിന് പോലും എടുക്കാൻ പറ്റൂല. പള്ളിക്ക് 10 ലക്ഷം വരുമാനമുണ്ട്, ഇതാ പൈസ ഇപ്പൊ വരും, ആള് കൊണ്ടോട്ടെ എന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ആളിവിടെ ചോദിക്കുകയാണ്, പള്ളിയുടെ പൈസ 10 ലക്ഷം കൊടുക്കുക, ഇപ്പൊ 1 മണിക്കൂർ കൊണ്ട് പൈസ ഇങ്ങോട്ടെത്തും, അത് പള്ളിയിലെ പൈസയിലേക്ക് തിരിച്ചു വെക്കാം. എടുക്കാൻ പാടില്ല. അത് അമാനത്താണ്, എടുക്കാൻ പാടില്ല. അമാനത്താണ്. ഇങ്ങനെയൊക്കെയാണ് കാര്യം. ഒരൊറ്റ കുട്ടി ഇതിന് തല്ലുകൂടാൻ വരൂല. ആളുകളുടെ പ്രശ്നമാണ്. ഉത്തരവാദിത്വം സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മോഹിച്ച് നടക്കുകയാണ്. ഉത്തരവാദിത്വം എന്നത് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ വലിയ ഭാരമാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ബിൻ ഖത്താബ് തങ്ങളും ഉസ്മാൻ എന്നവരും അലിയാരുമൊക്കെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത്, ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ യോഗ്യരായ ആളുകൾ അവരല്ലാതെ മറ്റാരും ഉണ്ടാവാതിരിക്കുകയും അവരെ അത് ഏൽപ്പിക്കപ്പെടുകയും ചെയ്ത് അത് കൃത്യമായി നിർവഹിക്കാൻ കഴിയുമെന്ന് ബോധ്യമുണ്ടായതിന്റെ പേരിൽ മാത്രമാണ് അവർ ഏറ്റെടുത്തത്. അത്തരം സാഹചര്യങ്ങളിൽ ഒഴിഞ്ഞു മാറാൻ പാടുള്ളതുമല്ല. വേറെ ആളുകൾ അതിനെ നോക്കിക്കാണാൻ കഴിയുന്നവരില്ല, അത് കൊണ്ടു നടക്കാൻ പറ്റുന്ന ആളുകളില്ല. തനിക്കത് ചെയ്യാൻ കഴിയും, അള്ളാഹുവിന് വേണ്ടി നിർവഹിക്കാൻ കഴിയുമെങ്കിൽ ഇതൊരു വലിയ ഖിദ്മത്താണ്, ഇതൊരു വലിയ സേവനമാണ്. പള്ളിയും മദ്രസയും മഹല്ലും സ്ഥാപനങ്ങളുമൊക്കെ വലിയ ഉത്തരവാദിത്വവും വലിയ കൂലിയുമാണ്. അത് കൊണ്ടു നടക്കാൻ കഴിയുന്നവർക്ക്, അല്ലാത്തവരിതിനെ പോലെ കൊണ്ട് കഴിയില്ല. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വഫാത്താകാൻ പോകുമ്പോ 2 വസ്ത്രവും 2 വസ്ത്രവും 1 കോവർ കഴുതയും ഒരൽപ്പം സമ്പത്തും ബാക്കി വെച്ച് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇസ്ലാമിന്റെ ഖലീഫമാർ അവർക്ക് ജീവിക്കാൻ ആവശ്യമായ നിത്യച്ചെലവിനുള്ളത് ഖസാനയിൽ നിന്ന്, ഇസ്ലാമിന്റെ പൊതു ഖജനാവിൽ നിന്ന് അവർക്ക് ഉപയോഗിക്കാൻ അവകാശമുണ്ട്. എന്നിട്ട് പോലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 2 വസ്ത്രവും 1 കോവർ കഴുതയും കുറച്ച് ഏതാനും ദിർഹമുകളും കൊണ്ടുകൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇദ്ഹബൂ ബിഹി ലിഉമർ ബിനുൽ ഖത്താബ്. എന്റെ കാലശേഷം മുസ്ലിമീങ്ങളുടെ അമീറായി വരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഇത് കൊണ്ടുപോയി കൊടുക്കൂ. വഖൂലൂ ലഹു. സിദ്ദീഖ് തങ്ങൾ പറയുന്നു ഉമർ എന്നവരോട് പറയാൻ വേണ്ടി ഏൽപ്പിച്ചു, ജനങ്ങളെ, എന്റെ പിൻഗാമിയായ ഖലീഫ ഉമറിനോട് പറയണേ, യാ ഉമർ ഇത്തഖില്ലാഹ്, ഉമറേ അല്ലാഹുവിനെ ഭയപ്പെടണേ. ലാ യസ്റഅന്നക അല്ലാഹു കമസ്റഈ. ഉമറേ, ഈ അബൂബക്കർ പോവുകയാണ്, ലോകത്തോട് യാത്ര പറയുകയാണ്. അബൂബക്കറിനുണ്ടായ പോലെ അനുഭവം നിങ്ങൾക്കുണ്ടാവരുതേ ഉമറേ. 2 വസ്ത്രവും 1 കോവർ കഴുതയും ഞാൻ ബാക്കി വെച്ചു, അതുപോലും വേണ്ടില്ലായിരുന്നു. എനിക്ക് സംഭവിച്ചത് നിങ്ങൾക്ക് സംഭവിക്കരുതേ. അതുകൊണ്ട് ഉമറേ, ഞാൻ നിങ്ങളെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ്, അധികാരം കൈമാറ്റം നടത്തുകയാണ്, നിങ്ങളെ ഞാൻ ഏൽപ്പിച്ചു പോകുന്നു. ലാ യസ്റഅന്നക അല്ലാഹു കമസ്റഈ. എന്ത് മസ്റആണ് ഉമർ മഹാനായ സിദ്ദീഖ് എന്നവർക്കുണ്ടായത്? ഇതിലേറെ മനോഹരമായ മഹാനായ ഹബീബിന്റെ അളാപ്പയാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു.
അല്ലാഹുവിന്റെ റസൂലിനോട് വന്നു. മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, ഒരുപാട് ആളുകൾക്ക് അങ്ങ് ഉത്തരവാദിത്വം ഏൽപ്പിക്കുമ്പോൾ എനിക്കും ഒരു ഉത്തരവാദിത്വം തന്നുകൂടെ നബിയേ എന്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, യാ അം, എന്റെ ഉപ്പയുടെ സഹോദര, എന്റെ എളാപ്പ, നഫ്സുൻ തുൻജീഹാ ഖൈറുൻ മിൻ ഇമാറത്തിൻ ലാ തുഹ്സിഹാ. അബ്ബാസേ, അബ്ബാസേ, എന്റെ എളാപ്പ, നഫ്സുൻ തുൻജീഹാ ഖൈറുൻ, നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് നാളെ അദാബിൽ നിന്ന്, അല്ലാഹുവിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയുകയാണെങ്കിൽ അതല്ലേ നല്ലത്. മിൻ ഇമാറത്തിൻ ലാ തുഹ്സിഹാ, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത നേതൃത്വം ഏറ്റെടുക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങളുടെ തടി നാളെ രക്ഷപ്പെടുത്തലല്ലേ എന്റെ എളാപ്പ എന്ന് മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ബാസ് എന്നവരോട് പറയുന്നു, യാ അമ്മി നഫ്സുൻ തുൻജീഹാ ഖൈറുൻ മിൻ ഇമാറത്തിൻ ലാ തുഹ്സിഹാ. എന്റെ എളാപ്പ, നിങ്ങളെ ഉത്തരവാദിത്വം ഏൽപ്പിക്കാനും ഗവർണറാക്കി നിയമിക്കാനും ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയാത്തത് നിങ്ങളെ ഏൽപ്പിക്കുകയും അത് ചെയ്യാൻ കഴിയാത്തതിന്റെ പേരിൽ നിങ്ങൾ നാളെ നരകത്തിലേക്ക് പോവുകയുമാണെങ്കിൽ, ഉപ്പാ, പിതാവിന് തുല്യമാണ്, അൽ അമ്മു സിൻവു അബീഹി, എന്റെ പിതാവേ, നിങ്ങളുടെ ശരീരം നാളെ രക്ഷപ്പെടുത്തലല്ലേ ചെയ്യാൻ കഴിയാത്ത ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ വരുന്നതിനേക്കാളും ഖൈർ എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം